10,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു i10 നിയോസ് കൊണ്ടുപോകാം, അതും സ്പോർട്സ് ഓപ്ഷൻ. ബാക്കിയുള്ള ബ്രാൻഡുകളുടെ കാറുകളിൽ നിങ്ങൾക്ക് ടോപ്പ് എൻഡിലേക്ക് പോകുന്ന പല ഫീച്ചേഴ്സും ഈ ഒരു സ്പോർട്സ് ഓപ്ഷനിൽ നിങ്ങൾക്ക് നിയോസിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു 1,10,000 രൂപയുടെ ഓഫറിലാണ് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കിട്ടാൻ പോകുന്നത്. നിങ്ങളൊരു യൂസ്ഡ് കാർ നോക്കി നടക്കുകയാണോ എങ്കിൽ നിങ്ങൾ യൂസ്ഡ് കാർ എടുക്കണ്ട. വെറും 10,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു i10 നിയോസ് കൊണ്ടുപോകാം, അതും സ്പോർട്സ് ഓപ്ഷൻ. എങ്ങനെയാണെന്നല്ലേ, വെറും 700 സിബിൽ സ്കോർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ പേയിലോ മറ്റോ നിങ്ങളുടെ ഫോണിലൊന്ന് ചെക്ക് ചെയ്താൽ മതി നിങ്ങളുടെ സിബിൽ സ്കോർ എത്രയാണെന്നുള്ളത്. ഫുൾ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും. 700 സിബിൽ സ്കോർ നിങ്ങൾക്കുണ്ടെങ്കിൽ വെറും 10,000 രൂപയ്ക്ക് ഒരു പുതിയ കാർ നിങ്ങൾക്ക് ഉണ്ടാവും, അതും 6 എയർ ബാഗ്, ഒട്ടനവധി ഫീച്ചേഴ്സ് വരുന്നൊരു i10 നിയോസ്. ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ബാക്കി ഇവൻ്റെ വിശേഷങ്ങൾ, ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആണിത്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഈ കാർ വെറുത്തിട്ടാവും, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരു കാറിൻ്റെ ആദ്യത്തെ ഓണർ നമ്മളാവുമെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് അല്ലേ. അപ്പോൾ പലരും യൂസ്ഡ് കാർ എടുക്കുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണ് പലരും ചെറിയ വില കുറച്ചിട്ട് എന്നാൽ പിന്നെ ഒരു യൂസ്ഡ് കാർ എടുക്കാമെന്ന് വിചാരിക്കുന്നത്, കാർ എന്നുള്ള മോഹം തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 10,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കണ്ടാൽ നിങ്ങൾക്ക് ബാക്കി EMIയിൽ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു അടിപൊളി വാഹനമാണ്, പുതിയ വാഹനം. അതായത് നിങ്ങൾക്ക് വാറണ്ടി അടക്കം 3 വർഷത്തേക്കുള്ള വാറണ്ടി നിങ്ങൾക്ക് കിട്ടും, കമ്പനി വാറണ്ടി ഹ്യുണ്ടായുടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണേൽ എക്സ്റ്റെൻഡ് ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കും. ഇനി ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുന്ന ബാക്കിയുള്ള ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹാഷ് ബാക്കിലേക്ക് എടുത്ത് നോക്കാം. 1.2-ൽ ഇപ്പോൾ ഹോണ്ടയിലാണ് അമേസ് ഉണ്ട്, പക്ഷേ ഒരു സെഡാൻ കോമ്പാക്ട് സെഡാൻ കാറ്റഗറിയാണ്. ഇതിൽ ഹാഷ് ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ടാറ്റ ടിയാഗോ ഉണ്ട്, അതേപോലെ സ്വിഫ്റ്റ്, ഇതൊക്കെ എടുത്ത് നോക്കിയാൽ അതിലൊക്കെ ഇപ്പോൾ 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഇതിലേക്ക് വരുമ്പോൾ അത് 4 സിലിണ്ടറാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മൈലേജ് തീരെ ഷോർട്ടാണ്, ഹ്യുണ്ടായിക്ക് പൊതുവേ മൈലേജ് ഷോർട്ടാണെന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 16 മൈലേജ് കിട്ടുന്നൊരു സെഗ്മെൻറ്റ് വാഹനമാണ് ഈ നിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ, സ്പെക്ക് കാര്യങ്ങൾ, ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് സ്പോർട്സാണ് ഓപ്ഷൻ. ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന സ്പോർട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. 2024 മോഡൽ കാറാണ്, പുതിയ കാർ നിങ്ങളുടെ ഓണർഷിപ്പിലേക്ക് ഫസ്റ്റ് ഓണർ നിങ്ങളാവാൻ പോവാണ്. ഹ്യുണ്ടായുടെ വണ്ടികൾ പൊതുവേ ഡിസൈനിൽ അതിമാരക ലുക്കിലായിരിക്കും. ഏത് വണ്ടികൾ എടുത്തു നോക്കിയാലും ഡിസൈൻ വൈസ് ഹ്യുണ്ടായി എന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും. ഇൻറ്റീരിയർ ഡോർ പാഡ് അല്ലെങ്കിൽ ഡാഷ്ബോർഡ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ ഉള്ളൊരു പ്രത്യേകതയാണ്. എൻ്റെ മാത്രം അഭിപ്രായമായിരിക്കും ചിലപ്പോൾ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം. ഷാറൂഖ് ഖാൻ പണ്ട് സാൻഡ്രോ ഓടിച്ച് പരസ്യത്തിൽ കറക്കി ഡ്രിഫ്റ്റ് ചെയ്ത് വന്നൊരു ആ ടൈം തൊട്ട് ഹ്യുണ്ടായി നമ്മുടെ മനസ്സിൽ കയറിയ ഒരു ബ്രാൻഡാണ്. എനിക്കൊക്കെ അതാണ് ഫസ്റ്റിലത്തെ ഹ്യുണ്ടായി എന്ന് പറയുമ്പോഴുള്ളൊരു ഓർമ്മ. i10 ഗ്രാൻഡ് ഏറ്റവും കൂടുതൽ വിറ്റുപോയിക്കൊണ്ടിരുന്നൊരു വണ്ടിയാണ്. അതിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ ഗ്രാൻഡ് i10 നിയോസ് ഇറക്കിയൊരു മോഡലാണിത്. ഗ്രാൻഡിനെ വെച്ച് നോക്കുമ്പോൾ വെച്ചാൽ കുറച്ചും കൂടി മൈലേജ് ഇതിന് കിട്ടുന്നുണ്ട്. പൊതുവേ ഗ്രാൻഡിനേക്കാൾ ഒരു 2-3 കിലോമീറ്റർ മൈലേജ് അധികം കിട്ടുന്നൊരു സെഗ്മെൻറ്റാണ് നിയോസ് ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്കിത് ഏകദേശം 1,10,000 രൂപയുടെ ഓഫറിലാണ് കിട്ടാൻ പോകുന്നത്. പുതിയ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ 1,10,000 രൂപ ഓഫറിൽ. ബാക്കിയുള്ള ബ്രാൻഡുകളുടെ കാറുകളിൽ നിങ്ങൾക്ക് ടോപ്പ് എൻഡിലേക്ക് പോകുന്ന പല ഫീച്ചേഴ്സും ഈ ഒരു സ്പോർട്സ് ഓപ്ഷനിൽ നിങ്ങൾക്ക് നിയോസിൽ കിട്ടുന്നുണ്ട്. ആദ്യം നമുക്കിത് ഈ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് DRL ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പാണിത്. നമുക്ക് ബാക്കിയുള്ള സ്വിഫ്റ്റിലേക്കോ ടിയാഗോയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് എൻഡിലേക്ക് എത്തുമ്പോഴേ ഈ ഒരു പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് കാര്യമൊക്കെ കിട്ടുള്ളൂ. ഇതിനൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ സാധാ റിഫ്ലക്ഷൻ ലൈറ്റ് പോലെയല്ല, കുറച്ചുകൂടെ ലെൻസിലൂടെ കടത്തി വിട്ട് വിടുന്നതാണ്. അപ്പോൾ നമുക്ക് ഫോക്കസ് കറക്റ്റായിട്ട് നമ്മുടെ ആ വിസിബിലിറ്റി കൂട്ടും, ഫോക്കസ് കറക്റ്റായിട്ട് റോഡിലേക്ക് കിട്ടും. മറ്റേന്ന് വെച്ചാൽ ഇങ്ങനെ പരന്ന് കിടക്കാണ് ലൈറ്റ്. ഇതെന്ന് വെച്ചാൽ കറക്റ്റ് ഫോക്കസ്ഡ് ആയിട്ട് ലെൻസിലുള്ള കൂടെ കടത്തി വിട്ടിട്ട് നല്ല വിസിബിലിറ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ തന്നെ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് DRL നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇൻഡിക്കേറ്ററിൽ സൈഡ് മിററിൽ ഇൻഡിക്കേറ്റർ വരുന്നത്, ഇത് നിങ്ങൾക്ക് ഇതിൽ സ്പോർട്സ് കിട്ടും. പക്ഷേ മറ്റുള്ള ബ്രാൻഡിലേക്ക് പോയാൽ ടോപ്പ് എൻഡിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ ഇൻഡിക്കേറ്റേഴ്സ്. അത് ഒരു സ്റ്റൈലിഷ് ലുക്കാണ്. പിന്നെ ഇതിനൊരു മെയിൻ പ്രത്യേകത ഹ്യുണ്ടായുടെ നമ്മൾ ഡിസൈൻ വൈസ് പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു ഗ്രില്ല് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്രില്ലാണ് മുന്നിൽ കൊടുത്തിട്ടുള്ളത്. പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ളൊരു അട്രാക്റ്റീവ് ഗ്രില്ല്. നമ്മളിതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ടയേഴ്സ് നോക്കിയാൽ 15 ഇഞ്ച് ടയേഴ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് വിത്ത് ചൈൽഡ് വീലാണ്. ചൈൽഡ് വീൽ അലോയ് വീലല്ല, പക്ഷേ അതിൻ്റെ ഡിസൈൻ തന്നെ ഒരു അടിപൊളി പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 165 മില്ലിമീറ്ററാണ്. പിന്നെ വീൽ ബേസ് 2450 വീൽ ടു വീൽ സെൻറ്റർ ലെങ്ത് വരുന്നത്.
അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻറ്റീരിയർ നിങ്ങളിപ്പോൾ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ കൂളായിട്ട് മുട്ടൊന്നും തട്ടാതെ നല്ല ഈസി ആയിട്ട് സീറ്റ് കുറച്ച് പുറകോട്ടാക്കി ഇരിക്കാം. ഇനി നമ്മൾ പുറകിലത്തെ റോ ഒന്ന് കയറി നോക്കാം അല്ലേ, ഒന്നും കൂടി നോക്കണ്ടേ. യാത്ര ചെയ്യാനുള്ള വണ്ടി, അതിൻ്റെ കംഫർട്ട് നമ്മൾ അറിയാതല്ല എങ്ങനെയായാലും. ഇവിടെ നല്ല സുഖസുന്ദരമായിട്ടിരിക്കാം, മുട്ടം തട്ടുന്നില്ല, സീറ്റ് പുറകോട്ടാക്കിയാലും ഇനിയും ഗ്യാപ്പുണ്ട് ഇവിടെ. ശരിക്കും സുഖസുന്ദരമായിട്ട് 3 പേർക്ക് നല്ല അടിപൊളിയായിട്ട് ഇരുന്നിട്ട് പോകാനും പറ്റും. സ്പോർട്സ് ഓപ്ഷനിൽ തന്നെ ഡിഫോഗർ ലൈന് പുറകിലേക്ക് വന്നാൽ ഡിഫോഗർ ലൈന് കൊടുത്തിട്ടുണ്ട്. ഈ ഡിഫോഗർ ലൈൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മിസ്റ്റൊക്കെ ഉള്ള സമയത്ത്, നല്ല ഫോഗ് ഉള്ള സമയത്ത് പുറമേ മൂടിപ്പോവും, നമുക്ക് പുറകിലത്തെ വ്യൂസ് കാണാൻ പറ്റില്ല. മിററിൽ നോക്കിയാൽ ഇതിൽ അതിൻ്റെ ആവശ്യമില്ല, കാരണം നമുക്ക് സ്ക്രീനിൽ ഓൾറെഡി കാണാൻ പറ്റും. ക്യാമറ ഉണ്ട് ബാക്കിൽ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്കിൽ കൂടെ നിങ്ങൾ അതിൽ നോക്കിയിട്ടില്ല, മിററിലാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ മഞ്ഞൊക്കെ മൂടി കിടക്കുകയാണെങ്കിൽ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പോയി ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ ഡിഫോഗർ ലൈന് പുറകിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് അത്യാവശ്യം നല്ലൊരു വലുപ്പമുള്ള ബൂട്ട് സ്പേസ് ആണ്. 260 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. നമുക്ക് വേണമെങ്കിൽ സീറ്റ് ഫോൾഡ് ചെയ്ത് വെക്കാൻ സാധിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുകയാണ്. സ്റ്റിയറിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കൺട്രോൾസ് സ്വിച്ചസ് സ്റ്റിയറിങ്ങിൽ തന്നെ ഉണ്ട്. പിന്നെ 6 എയർ ബാഗാണ് വരുന്നത്. ഒന്ന് സ്റ്റിയറിങ്ങിൽ വരും, ഒന്ന് ലെഫ്റ്റ് സൈഡിലുണ്ടാവും, പിന്നെ 2 സീറ്റിലുണ്ടാവും, പിന്നെ 2 ഈ പില്ലേഴ്സിലായിട്ട്. അങ്ങനെ ടോട്ടൽ 6 എയർ ബാഗാണ് ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം വിട്ടുപോയി. ഓട്ടോ സെൻസിങ് ഹെഡ്ലൈറ്റാണ്. നമുക്കിവിടെ ഓട്ടോ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഓട്ടോയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ലൈറ്റ് താഴുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഹെഡ്ലൈറ്റ് ഓൺ ആവും. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. പിന്നെ ഡോർ പാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മിറർ ഫോൾഡിങ് വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പവർ വിൻഡോസ് 4 അതിൽ തന്നെ കൺട്രോളുണ്ട്. പിന്നെ വിൻഡോ ലോക്ക് ചെയ്യാനുള്ളൊരു സ്വിച്ചും അതിൽ വരുന്നുണ്ട്. പിന്നെ വാഹനം ലോക്ക് ചെയ്യാനുള്ളൊക്കെയുള്ള സ്വിച്ച് അവിടെ തന്നെയാണ് വരുന്നത്. പിന്നെ ഏറ്റവും മെയിൻ ഘടകം ഈ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ ഇവിടെ ആയിട്ട് സ്വിച്ച് കൊടുത്തിട്ടുള്ള. ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സ്ലിപ്പായിട്ടുള്ള റോഡുകളിൽ പോകുമ്പോൾ നമുക്ക് ഓടിക്കുമ്പോൾ വണ്ടി ഇങ്ങനെ തെന്നി മാറുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. അത് വണ്ടി തന്നെ കൺട്രോൾ ചെയ്യും. ഈ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ വരുന്നൊരു വാഹനമാണ്. ഈ ഒരു ഓപ്ഷനിൽ തന്നെ ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മീറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അനലോഗ് മീറ്റേഴ്സാണ് മൊത്തം കൊടുത്തിട്ടുള്ളത്. സെൻട്രലൊരു മീറ്റർ കൺസോൾ ഉണ്ട്, അതിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ടയർ പ്രഷർ മോണിറ്ററിംഗ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. നമുക്ക് 4 ടയർസിലുള്ള പ്രശ്നം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഏതെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ടോപ്പ് മോഡൽസിനാണ് ബാക്കിയുള്ള ബ്രാൻഡിൽ കൂടുതലും കൊടുക്കാറുള്ളത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ സ്പോർട്സിൽ തന്നെ ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സ്ക്രീന് വരുന്നത് 8 ഇഞ്ച് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ അതേപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന സ്ക്രീനാണ് വരുന്നത്. ഇനി ട്രാൻസ്മിഷനിലേക്ക് നോക്കിയാൽ ഇത് മാനുവൽ ട്രാൻസ്മിഷനാണ് ഈ കാറ്. ഇപ്പോൾ ഈ സ്പോർട്സ് ഓപ്ഷനിൽ മാനുവൽ ട്രാൻസ്മിഷൻ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. 5+1 ഒന്ന് റിവേഴ്സ് ഗിയറാണ് വരുന്നത്. ലോങ് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ചാർജിങ്. നമുക്ക് പലരും കാറിലുണ്ടെങ്കിൽ എനിക്ക് ചാർജ് ചെയ്യണം, മറ്റവന് ചാർജ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അടിയുണ്ടാക്കും. ഇവിടെ 3 ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് USB തന്നെ നോർമൽ, ഒന്ന് 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ടൈപ്പ് ചാർജർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒന്ന് സി ടൈപ്പ് ചാർജിങ് ചെയ്യാൻ പറ്റിയൊരു 3 പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെന്തായാലും ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിലൊക്കെ ആയിട്ട് ഫോണൊക്കെ ഒന്ന് ജസ്റ്റ് അവിടെ വെച്ച് ചാർജ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് ഈ സൈഡിലായിട്ട്. പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സ്പേസിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ i10 ഗ്രാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നൊരു ഫീച്ചറാണ് റിയർ AC വെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുറകിലിരിക്കുന്നവർക്കും പെട്ടെന്ന് തന്നെ തണുക്കാൻ പറ്റും. ഇവിടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. വേണേൽ മൊത്തം ക്ലോസ് ചെയ്ത് വെക്കാം, മൊത്തം ഓപ്പണാക്കി വെക്കാം. ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഒരു 12 വോൾട്ട് ചാർജിങ് പോർട്ട്, റിമൂവൽ ചാർജിങ് പോർട്ട് അതിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറകിലിരിക്കുന്നവർക്കും വേണമെങ്കിൽ ഇവിടെ തന്നെ ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ നമ്മൾ കൊടുത്തിട്ട് കഷ്ടപ്പെട്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ തന്നെ ചാർജ് ചെയ്ത് മൊബൈൽ ഉപയോഗിക്കാനും പറ്റും. ഇനി നമ്മളിതിൻ്റെ എഞ്ചിൻ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ കാപ്പ എഞ്ചിനാണ് വരുന്നത് ഈ ഒരു വാഹനത്തിലും. കാപ്പ എഞ്ചിൻ ഫേമസ് എഞ്ചിനാണ് ഹ്യുണ്ടായിൽ. അതേപോലെ തന്നെ 83 PS പവർ വരുന്നുണ്ട്. അതും 113.8 Nm ടോർക്കിലാണ് ഈ ഒരു വാഹനത്തിന് പവർ വരുന്നത്. ഹ്യുണ്ടായി വാഹനങ്ങൾക്ക് ഓടിച്ചവർക്ക് അറിയാം, നമ്മൾ സാധാരണ വാഹനങ്ങൾ മറ്റുള്ള ബ്രാൻഡുകൾ എടുത്ത് പോകുന്നതിനേക്കാൾ സ്റ്റാർട്ടിങ് പെട്ടെന്ന് വാഹനം വലിഞ്ഞു കയറും അല്ലേ. ആ ഒരു ടോർക്കുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു പവറിൽ അങ്ങനെ എടുത്ത് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് പോവാം. നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് മാറി റോഡിലേക്ക് പോവാം. അത്യാവശ്യം ഒരു ഓഫ് റോഡാണിത്. ഓഫ് റോഡ് എന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു ഇതുണ്ട്, പക്ഷെ എന്താ പറയുക, സ്മൂത്താണ് സസ്പെൻഷനൊക്കെ. ഇപ്പോൾ 2000 RPM കയറി 60 സ്പീഡിലാണ്. 2000-ൻ്റെ ഉള്ളിൽ 1900 RPM ഇങ്ങനെ 60 ഇങ്ങനെ പോവാം. 2ൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ 2000 RPM മേലെ ശരിക്കും കയറി കഴിഞ്ഞാൽ
സാധാരണ പൊതുവേ മൈലേജ് കുറഞ്ഞു പോകും. അപ്പോൾ 2000 RPM മേലെ കയറ്റാണ്ട് നോക്കുക. എപ്പോൾ ഒരു 2000 താഴ്ത്തിയിട്ട് മര്യാദയ്ക്ക് നോർമലായിട്ട് ഓടിക്കുക. സ്മൂത്ത് ഡ്രൈവ് കേട്ടോ. ഹ്യുണ്ടായിയുടെ പവർ അത് നമ്മൾ കാപ്പ എഞ്ചിൻ്റെ ഓടിച്ചവർക്കൊക്കെ അറിയാം. പണ്ടൊക്കെ ആ പവർ വേറെ നമുക്ക് ഫീൽ ചെയ്യും. ചിലർ ഈ ഡൗട്ട് പറയാറുണ്ട് മൈലേജ് നോക്കുമ്പോൾ. ഈ ട്രാഫിക്കിലൊക്കെ നമ്മൾ വണ്ടി വെറുതെ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളിങ്ങനെ AC ഇങ്ങനെ തണുപ്പിക്കാൻ വേണ്ടി ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ മൈലേജ് കുറഞ്ഞ് പോകും. അപ്പോൾ ചിലർക്ക് മൈലേജ് കാണിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുറേ നേരം ഓൺ ചെയ്തിട്ട വണ്ടിയായിരിക്കും, വെറുതെ ഇട്ട് ഐഡിയലായിട്ട വണ്ടിയിൽ മൈലേജ് കുറവേ കാണിക്കും. വണ്ടി ഒന്ന് റൺ ചെയ്ത് കുറച്ച് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതിലോട്ട് പ്രോപ്പർ RPM-ലിട്ട് ഓടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒരു ആവറേജ് മൈലേജ് എത്രയാണെന്നുള്ള കണക്കാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഡ്രൈവിംഗ് ഒരു രക്ഷയില്ല കേട്ടോ, സ്മൂത്ത് വണ്ടിയാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ടോപ്പിലേക്ക് പോകുമ്പോൾ ഞാൻ ഒരു ഓപ്ഷൻ കൂടി പറഞ്ഞുതരാം. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റർ. ഹൈറ്റ് കുറവുള്ള ആളാണെങ്കിൽ വേണമെങ്കിൽ നമുക്കൊന്ന് പൊക്കി വെച്ചിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ല ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റും. ബാക്കിയുള്ള ബ്രാൻഡിലേക്ക് പോകുമ്പോൾ ടോപ്പിലേക്ക് ആ ഓപ്ഷൻ വരുന്നുള്ളൂ. ഹൈറ്റ് അഡ്ജസ്റ്റും കൂടുതലായിട്ട് ടോപ്പ് മോഡലിലേക്കാണ് വരുന്നത്. പക്ഷേ ഇതിൽ സ്പോർട്സിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. നല്ല ഹോണാണ് ഇതിൻ്റെ കേട്ടോ, നല്ലൊരു അടിപൊളി ഹോണാണ്. പോളോയുടെ ഒക്കെ ഒരു മിനി വേർഷൻ എന്ന് പറയാൻ പറ്റിയ ഒരു ഹോണാണ്. സാധാരണ കഴിഞ്ഞ i10 ഗ്രാൻഡിൻ്റെ ഹോണൊക്കെ എന്ന് വെച്ചാൽ ഒരു ചെറിയ ഹോൺ ടൈപ്പാണ്. ഇത് കുറച്ച് ഹെവി ഹോണാണ്, പെട്ടെന്ന് കേൾക്കും ആൾക്കാർ. എന്തായാലും നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് തൽക്കാലം മതിയാക്കാണ്. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി പെർഫോമൻസ് തന്നെയാണ് വണ്ടിയുടെ. അപ്പോൾ നിങ്ങളൊരു യൂസ്ഡ് കാറൊക്കെ എടുക്കുന്നതിന് പകരം നല്ലൊരു പുതിയ വണ്ടി ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണിത്. അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്ന നല്ലൊരു വണ്ടി. ഇനി ഇതിൻ്റെ വിലയാണ് നമുക്കറിയേണ്ടത് അല്ലേ. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 8,79,000 രൂപയാണ് ഈ വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഫ്ലാറ്റ് റേറ്റ് ഓഫറിൽ ഡിസ്കൗണ്ട് റേറ്റാണ്. നിങ്ങൾക്ക് 795-ന് ഈ വാഹനം കൊണ്ടുപോകാം. പ്ലസ് നിങ്ങൾ എക്സ്ചേഞ്ച് ഓഫർ വരുന്നുണ്ടെങ്കിൽ 30,000 രൂപ എക്സ്ചേഞ്ച് ഓഫർ. അങ്ങനെ മൊത്തത്തിൽ ഒരു 1,10,000 രൂപയുടെ ഓഫറിലാണ് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കിട്ടാൻ പോകുന്നത്. 2024 മോഡൽ, അതും 3 വർഷത്തെ വാറണ്ടിയിൽ, കമ്പനി വാറണ്ടി തന്നെ 3 വർഷത്തെ വാറണ്ടിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നിങ്ങളാണ് ഫസ്റ്റ് ഓണറിലേക്ക് വരാൻ പോകുന്നത്. വെറും 700 സിബിൽ സ്കോർ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 700 സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ ഈ വാഹനം 10,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ സാധിക്കും. വെറും 10,000 രൂപ വേണ്ടാൽ ബാക്കി മാസത്തിൽ ചെറിയൊരു അടവ് EMI ആയിട്ട് വരും. 5 വർഷം മുതൽ 7 വർഷം വരെ നിങ്ങൾക്ക് ഈ ലോൺ കാലാവധി കിട്ടുകയും ചെയ്യും. അതുമാത്രമല്ല മറന്നു പോകേണ്ട, ലിമിറ്റഡ് ഓഫറാണ്, ലിമിറ്റഡ് വാഹനങ്ങളേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. പോപ്പുലർ ഹ്യുണ്ടായി മൂവാറ്റുപുഴ, എറണാകുളം ജില്ലയിലാണ് ഷോറൂം വരുന്നത്. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. മറന്നു പോകേണ്ട, ആ നമ്പറിലേക്ക് വിളിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ആർക്കെങ്കിലും പുതിയൊരു വാഹനം ഇത്രയും ഓഫറിൽ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് അയച്ചു കൊടുത്തോളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.